ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു 5:45 ഇന്നിപ്പോൾ ഹാജരായിരിക്കണേ. അങ്ങനെ പുറത്ത് പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നേരെ തുറക്കുന്നത് എൻ്റെ ഫ്രിഡ്ജാണ്. എൻ്റെ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കാരണം തലേദിവസം അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ മാവ്, തേങ്ങ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിലാണല്ലോ. അപ്പോൾ പിന്നെ ആ സാധനങ്ങളൊക്കെ ആദ്യം എടുത്തുകൊണ്ട് മാറ്റി വയ്ക്കണം, ഒന്ന് തണുപ്പ് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നേരെ എന്താ പറയുക, മിസ്സാവാത്തൊരു സാധനമാണ് അരി ഇടുക എന്നുള്ളത്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് കറികളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇപ്പോൾ ചെയ്യുന്നത് ചോറ് വയ്ക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ കറി ഉണ്ടാക്കത്തുള്ളൂ. കാരണം കഴിക്കാൻ നേരം ആയപ്പോഴേക്കും ചോറില്ല. അന്ന് പിന്നെ വീട്ടിൽ നിൽക്കുന്ന ദിവസം ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഇന്നിപ്പം ഞാൻ ലഞ്ചിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വേറൊന്നുമല്ല, തക്കാളി ചാറും ക്യാരറ്റും ബീൻസും തോരനുമാണ്. അപ്പോൾ ഇത് രണ്ട് കറികളും തേങ്ങയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കുറച്ച് സ്ട്രെസ് ആവാനുള്ള ഇത് ഞാൻ കാണുന്നുണ്ട്. കാരണം എൻ്റെ ചോറും പാത്രം തുറക്കുമ്പോൾ തന്നെ ഈ തേങ്ങയൊക്കെ ഇട്ടതും കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ച സാധനം കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കാരണം അവർക്കത് ശീലമില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് മിക്ക പ്രാവശ്യം പറയാറുണ്ട്, നീ തേങ്ങ ഇടാതെ കറികൾ കൊണ്ടുപോവാ എന്നൊക്കെ. പക്ഷേ നമുക്ക് ശീലം ഇതൊക്കെയാണല്ലോ, തേങ്ങയിട്ട കറികളാണ് നമുക്ക് ശീലം. അങ്ങനെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇളകി വന്നു. എന്താണെന്ന് അറിയത്തില്ല, വല്ലപ്പോഴൊക്കെ ഒരിക്കൽ നടക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് അതൊക്കെ. അങ്ങനെ ഞാൻ ലാസ്റ്റാണ് എൻ്റെ തക്കാളിക്കറി വയ്ക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് തക്കാളിക്കറിയും വെച്ച് അതിൻ്റെ താളിപ്പും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ന്യൂഡിൽസും കഴിച്ചു. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ന്യൂഡിൽസായിരുന്നു. ബിജുവിന് ഞാൻ ഇഡ്ഡലിയാണ് കൊടുത്തത്. എനിക്കെന്തോ രാവിലെ ഇഡ്ഡലി കഴിക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ നേരെ ന്യൂഡിൽസ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ലഞ്ച് ബോക്സിൽ ചോറ്, തോരൻ ഞാൻ സെപ്പറേറ്റ് വയ്ക്കാറില്ല, ചോറിൻ്റെ കൂടെ തന്നെ വയ്ക്കണേ. ഇവിടെ ഉള്ളവർ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നിനക്ക് സെപ്പറേറ്റ് കൊണ്ടുവന്നൂടെയെന്ന്. കാരണം ഇവിടെ ഉള്ളവർ ചോറ് കൊണ്ടുവരുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് തോരനും കറികളൊക്കെ കൊണ്ടുവരുന്നത്. ഒരു 4-5 കറികൾ കാണുകയും ചെയ്യും അവർക്കൊക്കെ. ഇതിനൊക്കെ എപ്പോൾ സമയം കിട്ടണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പക്ഷേ എനിക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകണേ. അത് കഴിഞ്ഞ് അതെല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പോയി റെഡിയായി വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. കാണാം, ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ. അപ്പോൾ ശരി, ബായ്.